സ്പോട്ടിലെത്തി കഴിഞ്ഞു. സാറേ, നമ്മൾ ഇവിടെ എന്തിനാ വന്നിരിക്കുന്നേ? ഇവിടെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് ഫുഡ് തരുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ ചാൻസ് കിട്ടാതെ ഒരു പട്ടിയെ പോലെ അല്ല സാർ, ഒരു പട്ടി ജോയിൻ ചെയ്യാൻ വന്നിരിക്കുകയാണോ സാർ? വള്ളി ട്രൗസറ്, ഞാനിപ്പോ റൊമാൻറ്റിക് മൂഡിലായതുകൊണ്ട് നിന്റെ പഞ്ചക്ക റോസാപ്പ് പോലെ എനിക്ക് തോന്നുന്നേ. ഇങ്ങോട്ട് വാടാ. ഇവിടെ തന്നെ ഉണ്ടാവേണ്ടതാണല്ലോ. ഇവിടെ തന്നെ. അത് നോക്ക, അത് നോക്ക. വാണി. സാറേ, എന്താ സാർ ഇങ്ങനെ ആക്രാന്തം കാണിക്കുന്നേ? ആ ഫിഗറിന് വേണ്ടിയാണോ ഭക്ഷണത്തിന് വേണ്ടിയാണോ ഒരു പിടിയില്ല. കണ്ടോടാ എന്റെ വാണി, സൈഡിൽ നിന്ന് നോക്കുമ്പോ പൈനാപ്പിൾ പോലെയുണ്ട്. ഫ്രണ്ട് ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പോലെയുണ്ട് സാർ. അല്ല, പാവയ്ക്ക പോലെയുണ്ട്, വെണ്ടയ്ക്ക പോലെയുണ്ട് സാർ. നിന്നെ കൊണ്ട് സാമ്പാർ വെക്കാനടാ പറ്റൂ. പൈനാപ്പിൾ പോലെയാടാ എന്റെ ആള്. പറയാ മത്തങ്ങ പോലെ ദൃഷ്ടി ചുറ്റിട്ട് നിന്റെ തലയിലെറിഞ്ഞ് പൊട്ടിക്ക. ഇപ്പൊ ശരിക്കും പപ്പാളിപ്പഴം പോലെയുണ്ട്. ഇങ്ങോട്ട് നോക്കൂ വാണി. ഹായ്. എക്സ്ക്യൂസ് മീ സർ. വാണി, കണ്ടോടാ എന്റെ വാണിയെ. ഹലോ സർ. ഹായ് സർ. നിങ്ങളുടെ ഓർഡർ എന്തൊക്കെയാണെന്ന് പറഞ്ഞോളൂ സർ. എനിക്ക് വേണ്ടത് നിന്നെയാ. ഐ ലവ് യു. സർ, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ഓർഡർ ചെയ്തോളൂ. എടാ കണ്ടോ, അവൾ എന്റെ ലവ് ആക്സെപ്റ്റ് ചെയ്തിട്ട് പുറത്താരും അറിയണ്ടെന്ന് പറഞ്ഞ് എങ്ങനെയാ മാനേജ് ചെയ്യുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലടാ? മനസ്സിലായില്ലല്ലോ. മനസ്സിലായി സാർ. സാർ, നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കവർ ചെയ്ത്. ഗുഡ് ഐഡിയ. എനിക്ക് 2 ബിരിയാണി, 1/2 ലിറ്റർ തംസപ്പ്. ഓക്കെ സർ. ഇതെന്താ തൈരും ചോറോ? ഹാവ് എ ഗുഡ് ഡേ സർ. എന്താ സാറേ ഇത്? ബിരിയാണിയും തംസപ്പും ഓർഡർ ചെയ്താല് ഇവിടെ തൈരും ചോറും ചായയും കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. എടാ തവളേശ്വരാ, നീ കണ്ടില്ലേ വാണിക്ക് എന്നോട് എത്ര ഇഷ്ടമാണ്. വെയിൽ സമയത്ത് ഞാൻ ബിരിയാണി കഴിച്ച് ഹീറ്റ് ആവണ്ടെന്ന് വെച്ച് എപ്പോഴും ഞാൻ കൂൾ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് തൈരും ചോറ് കൊണ്ടുവന്നിരിക്കടാ. ചായ എന്തിനാ സാർ? വല്ലാതെ കൂളാവണ്ടെന്ന് വെച്ച് ചൂടുള്ള ഒരു ചായ. എന്തൊരു സ്നേഹോടാ സാറേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തവളേശ്വരാ, സ്വാമി, സ്നേഹത്തിനിടയ്ക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല, വിശ്വാസം മാത്രം ഉണ്ടായിരിക്കാൻ പാടൂ. നീ എന്റെ വാക്ക് കേട്ടെ തൈരും ചോറിൽ ചായ ഒഴിച്ച് ഇത് പ്രണയത്തിന്റെ പ്രസാദം എന്ന് വെച്ച് കഴിച്ചോളൂ. അങ്ങനെയാ സ്വാമി. ഇയാൾക്ക് എന്തു പറ്റി? ഇയാളുടെ പ്രേമം കാരണം ഞാൻ ചാവുന്ന തോന്നുന്നേ. തവളെ സ്വാമി, എന്റെ വാണി എവിടെടാ? അവള് പുറകുവശത്ത് കൂടെ പോയി 1/2 മണിക്കൂറായി സ്വാമി. അവള് പോയി അറിഞ്ഞിട്ടും എന്നോട് പറയാതെ നീ ഇവിടെ ഇരുന്ന് തൈരും ചോറില് ചായ ഒഴിച്ച് കഴിക്കുകയാണല്ലേ? അപ്പൊ നീ വിചാരിച്ചു ഞാനൊരു പ്രാന്തനാണെന്നല്ലേ? പിടിച്ചോ, പിടിക്കടോ. നാളെ ശരിയാക്കി തരാം. മോനെ, എന്താ പണം വല്ലതും വേണം? എന്റെ പേരക്കുട്ടി ഗൗരിയെ കാണാനില്ല മോനെ. പോലീസിനോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ഗൗരിയെ കാണാനില്ല? ഒരു മിനിറ്റ്. ഹലോ എസ് ഐ, ഞങ്ങളുടെ അനാഥാശ്രമത്തിൽ നിന്ന് ഗൗരി എന്നൊരു പെൺകുട്ടിയെ കാണാനില്ല. അവൾ എവിടെയുണ്ടെങ്കിലും അവളെ കണ്ടുപിടിച്ച് എന്റെ മുന്നിൽ കൊണ്ടുവരണം. നിങ്ങളെ കൊണ്ട് സാധിക്കുമോ അതോ എസ് പിയോട് സംസാരിക്കണോ? ശരി. അമ്മയെ വിഷമിക്കാതെ, ഞാനിപ്പോ സംസാരിച്ചില്ലേ, നമ്മുടെ ഗൗരി തീർച്ചയായിട്ടും തിരിച്ചു വരും. ഒരു മിനിറ്റ്, ഈ പണം വെച്ചോളൂ. സാരമില്ല അമ്മ, വെച്ചോളൂ, ചെലവിനാകും. ഞാനൊരു അത്യാവശ്യമായിട്ട് പോകാം. അമ്മ ചെന്നാട്ടെ, വണ്ടി എടുക്കണോ? മോളെ ഗീതേ, നീ എവിടെയാ? അർജന്റായിട്ടൊന്ന് ഹോസ്പിറ്റൽ വരെ വരാൻ പറ്റുമോ? നരേഷിന് സീരിയസ് ആണെന്നാ പറയുന്നത്. സോറി മോളെ, ഈശ്വരൻ നരേഷിനെ കൈയൊഴിഞ്ഞിരിക്കുക. അച്ഛനെ അമ്മയെ അവന്റെ അടുത്ത് നിന്ന് വേർപിരിച്ചു. ഇപ്പൊ അവന്റെ ജീവൻ എടുക്കാൻ പോവുക. ആരുടെ ജീവൻ ഏത് നിമിഷം പോകുമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്താ അത് മുഖേന കുറച്ചു പേരുടെ ജീവിതം രക്ഷിക്കാൻ പറ്റും. ഇപ്പൊ നരേഷിന് ആ ചാൻസ് ഉണ്ട്. നല്ലോണം ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. ഇങ്ങോട്ട് നോക്കേ. എക്സ്ക്യൂസ് മീ, വന്നേ. ഒരു കുട്ടിക്ക് ഹാർട്ട് പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ദേ ഈ കുട്ടിക്ക്.
ഈ കുട്ടിക്ക് നരേഷിന്റെ ഹാർട്ട് സെറ്റ് ആവും. നീ സംബന്ധിച്ച ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഒരു നല്ല തീരുമാനം. ഞങ്ങളുടെ ജാതിയിലുള്ളതല്ലെങ്കിലേ ഞങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കില്ല. അതെ, മര്യാദയ്ക്ക് പുറത്തു പോകുന്നുണ്ടോ അതോ ഞങ്ങൾ തന്നെ തള്ളി പുറത്താക്കണോ? സർ, നിങ്ങള് മറ്റുള്ള ജാതിക്കാരുടെ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കില്ലല്ലോ. നരേഷ് ഒരു അനാഥനാ. അവൻ എവിടെ ജനിച്ചതെന്നും അവന്റെ അച്ഛനമ്മയും ആരാന്ന് ഞങ്ങൾക്കറിയില്ല. ഏത് ജാതിയാ ഏത് മതമാണെന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ ഹാർട്ട് നിങ്ങളുടെ മകന് ആവശ്യമാണോ? എന്നോട് ക്ഷമിക്കുക. അന്ന് ദേഷ്യത്തില് ഞാൻ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. എന്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്തുക, പ്ലീസ് രക്ഷപ്പെടുത്തുക. ഡോക്ടറെ, നിങ്ങളെങ്കിലും അവരോടൊന്ന് പറയൂ. എല്ലാം അവരുടെ തീരുമാനമാണ്. അന്ന് നിങ്ങളോട് അനാവശ്യം പറഞ്ഞ് അപമാനിച്ചത് എന്റെ തെറ്റാ. എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക, പ്ലീസ് മാഡം. എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക, എന്റെ അപേക്ഷയായിട്ട് കരുതുക. നിങ്ങൾ പഠിക്കുന്ന വരാം. നമുക്ക് പോവാം. ഒരു 5 മിനിറ്റ് കൂടി നോക്കാം. 5 മിനിറ്റ്സ് പോയിട്ട് 5 ഡേയ്സ് ആയാലും ആരും വരാൻ പോകുന്നില്ല. അനാഥനായതുകൊണ്ട് എല്ലാവർക്കും സഹതാപം ഉണ്ടാവും. പക്ഷെ ദത്തെടുക്കാൻ ആരും തയ്യാറാവില്ല. അപ്പൊ പിന്നെ എത്ര ട്രൈ ചെയ്താലും വേസ്റ്റ് അല്ലേ? വാണി, നമ്മളെ ഇങ്ങനെ ചിന്തിച്ചാ പിന്നെ ഇവരെ കുറിച്ച് വേറെ ആരാ ചിന്തിക്കാ? ഞാനും അത് തന്നെയാ പറയുന്നത്. വരാത്തൊരാളെ കുറിച്ച് ഓർത്തിരുന്ന നമ്മുടെ ജോലി പോവും. പിന്നെ പട്ടിണി കിടക്കേണ്ടി വരും. നമ്മളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ജോലിക്ക് പോയേ പറ്റുള്ളൂ. വാ പോവാം. മാഡം, മാഡം, അമ്മ അനാഥാശ്രമം ഇതല്ലേ? അതെ സർ, ഇതാണ് അമ്മ അനാഥാശ്രമം. മിനിഞ്ഞാന്ന് നിങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു. കുട്ടികളില്ലാത്തവര് അനാഥ കുട്ടികളെ ദത്തെടുത്ത നമ്മുടെ അനാഥാശ്രമം കാലിയാകുമെന്ന് വിചാരിച്ചു. പക്ഷെ ആരും മുന്നോട്ട് വരുന്നില്ല. അതെ, ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടപ്പോ ഒരു അനാഥ കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന് കരുതിയാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ. എന്റെ ഭാര്യ ഒരു അനാഥയായി എത്ര കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് നന്നായി അറിയാം മാഡം. ഞങ്ങൾ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ദത്തെടുത്തോട്ടെ. എനിക്കറിയാം, കണ്ണു കാണാത്തവരായതുകൊണ്ട് ഇവരെ കൊണ്ട് എങ്ങനെ കുഞ്ഞിനെ വളർത്താൻ കഴിയുമെന്ന് ആലോചിക്കുകയാണോ? അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ കുട്ടികളെ ദത്തെടുക്കാൻ പാടില്ലേ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. നിങ്ങളെപ്പോലത്തെ നല്ല മനസ്സുള്ള ആൾക്കാരെ കാണുമ്പോ എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ അനാഥ കുട്ടികളെ ഉണ്ടാവില്ലായിരുന്നു. അവർക്ക് വന്ന ചിന്ത പോലും ഞങ്ങൾക്ക് ഇല്ലാതെ പോയി. എന്നോട് ക്ഷമിക്കുക. ഞങ്ങളുടെ കുഞ്ഞെന്ത് ജീവനോടുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ ചെയ്ത സഹായമാണ് മാഡം. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. അതേ സന്തോഷം എന്റെ പെങ്ങൾക്ക് വളയനും കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ തീരുമാനം എടുത്തത്. ഒരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ആയിരിക്കാൻ ആ കുഞ്ഞ് നമുക്ക് ജനിക്കണമെന്നില്ല. സ്നേഹത്തോടെ അമ്മയെന്ന് വിളിക്കാൻ ഒരു കുഞ്ഞു മതി. അതിനാണ് ഞാൻ ദത്തെടുക്കാൻ വന്നത്. താങ്ക്